ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ മൂന്നാളും കൂടി ഒന്ന് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. അവിടെ ചെന്നിട്ട് വേണം ബാക്കി പ്ലാനിങ് നോക്കി. അങ്ങനെ നമ്മളൊരു ഏകദേശം 12 മണിയോട് കൂടി ഇറങ്ങി. നമ്മുടെ ഇവിടുന്ന് കാട്ടാക്കട, കള്ളിക്കാട്, പിന്നെ നമ്മൾ നെയ്യാർ ഡാം ഉണ്ടല്ലോ, നെയ്യാർ ഡാമിൽ നിന്നൊരു 15 മിനിറ്റിനുള്ളിൽ എത്തും. അമ്പൂരി എന്നുള്ള ഒരു സ്ഥലമാണ്. അത് നമ്മുടെ ഈ കേരളവും തമിഴ്നാട് തമ്മിൽ ബോർഡർ ഉണ്ടല്ലോ, അവിടെയാണ് ഇവരെ വീട്. ഭയങ്കര വെയിലാണ്. ഇവിടെ ഒന്നും മഴ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനമേ ഇല്ല. കുറേ ആയി ഇവിടെയൊക്കെ മഴ പെയ്തിട്ട്. അപ്പം ഭയങ്കര വെയിലാണ്. ഈ വെയിലത്തും നെയ്യാർ ഡാമിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. പാർക്കിലായാലും അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റുഭാഗത്തിൽ എല്ലായിടത്തും. വെയിലൊന്നും ഇല്ലെങ്കിൽ ആമീനെയും കൊണ്ട് പാർക്കിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ട് പിന്നെ നമ്മൾ ആമീനെ ഇറക്കിയില്ല, നേരെ വീട്ടിലോട്ട് വിട്ട്. ഈ കള്ളിക്കാട് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇതേപോലെ മലകളും ഈ ഡാമിൻ്റെ ഫുള്ള് ഡാം നമ്മളെ അമ്പൂരി എത്തുന്നതിന് ഏകദേശം അടുത്തെത്തുന്നത് വരെ ഡാമിൻ്റെ ഓരോ പാർട്ടുകളാണ്. ഭയങ്കര വെയിലാണെങ്കിലും ഈ കള്ളിക്കാട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിൽ അനുഭവപ്പെടില്ല കേട്ടോ. കാരണം ഡാമും പിന്നെ ഒത്തിരി മരങ്ങൾ, കുന്നുകൾ, മരങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് ചൂടറിയേയില്ല. ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. ഇനി ഇവരുടെ വീട് കഴിഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് വെയിലേ അനുഭവപ്പെടില്ല, ചൂടേ അനുഭവപ്പെടില്ല. ഭയങ്കര തണുപ്പായിരിക്കും. കാരണം അതിന് ശേഷം തമിഴ്നാട് ഡാമുണ്ട്, ചിറ്റാർ ഡാം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ഭാഗം അങ്ങനെയൊക്കെയാണ്. നമ്മുടെ കന്യാകുമാരി ജില്ലയിൽപ്പെട്ട സ്ഥലമൊക്കെ ആണ്. ഇത് തൃപ്രയാർ, അതൊക്കെ അവിടെ വളരെ അടുത്താണ്. ഇങ്ങനെ ഞങ്ങൾ 2 പേരും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചും കുറേ നടകളും കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. ഇവിടെ മെയിനായിട്ട് കാണാമെന്ന് പറയാൻ നമുക്ക് ഈ ഡാമിൻ്റെ ഓരോ പാർട്ടുകൾ തന്നെ ആയിരിക്കും കേട്ടോ. ഈ റബ്ബർ തോട്ടമായിരിക്കും, അതേപോലെ തന്നെ സൈഡിൽ ഫുള്ള് നമ്മളെ ഡാമിൻ്റെ ഓരോ ഭാഗങ്ങളും ആയിരിക്കും. നല്ല രസമാണ് കാണാൻ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല. നേരിട്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ കണ്ട് ശീലമായതുകൊണ്ട് നമുക്ക് അത്ര സംഭവമായി തോന്നില്ലായിരിക്കും. പക്ഷെ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഭയങ്കര രസമായിട്ട് തന്നെ തോന്നും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടെ. നമ്മൾ പതിയെ വീട്ടിലെത്തി. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ വിചാരിച്ചിരുന്ന തൃപ്രയാർ വെള്ളച്ചാട്ടത്തിൽ പോകാം. അങ്ങനെ നമ്മൾ 3 ആളും കൂടി ആദ്യം വെള്ളച്ചാട്ടത്തിലോട്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി വീട്ടിൽ നിന്ന്. ഇതാണ് നമ്മളെ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ബോർഡർ. ഞാൻ ശ്രദ്ധിച്ചില്ല. തമിഴ്നാട് പോലീസ് ജീപ്പില്ലേ, കറുപ്പ് കളർ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വീട്ടിലെത്തി നമ്മൾ തൃപ്രയാർ പോകാനുള്ള പ്ലാനിങ് ആണെന്നൊക്കെ. അങ്ങനെ നമ്മൾ 3 പേരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് പോയാൽ അവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യണം. ചെമ്പകപ്പാറ എന്ന് പറയും അവിടെ എന്ന് വെച്ചാൽ അവരുടെ സംസാരം മലയാളം തമിഴും കൂടി മിക്സ്ഡ് ആയിട്ടായിരിക്കും. എന്ന് വെച്ചാൽ മലയാളം പറയും, തമിഴും പറയും. അങ്ങനെ പ്രോപ്പറായിട്ട് മലയാളവും അല്ല, പ്രോപ്പറായിട്ട് തമിഴും അല്ല, അങ്ങനെ. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പോലീസ് ജീപ്പൊക്കെ കറുപ്പ് കളറിലായിരിക്കും. അത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. പിന്നെയെന്ന് വെച്ചാൽ അവിടെ ഭയങ്കരമായിട്ട് നമ്മളെ മലകളുള്ള അങ്ങനത്തെ ഒരു ഏരിയ ആണ്. പക്ഷേ അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞു വീടുകളും അതേപോലെ ഭയങ്കര ഡാം, കാട്, മല അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ പോലും അവിടെ ഉണ്ടാകുന്ന ഈ ടെക്സ്റ്റൈൽസ് ഉണ്ട്. വലിയ ടെക്സ്റ്റൈൽസ്, വലിയ സ്കൂള്, കോളേജ്, അതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലം മൊത്തം ഇതേ കാണുന്ന ഈ മലകളും റബ്ബർ തോട്ടങ്ങളും കാടും അതുപോലത്തെ സ്ഥലങ്ങളാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ ഇടവഴി ഉണ്ടാവും. എന്നിട്ട് ഉള്ളിലോട്ട് കയറി മലേൻ്റെ മുകളിൽ പോയ വലിയ എൻജിനീയറിങ് കോളേജൊക്കെയാണ്. അതേപോലെ വലിയ ചർച്ചുകൾ, അങ്ങനെ എന്താ പറയുക, കുറേ വലിയ കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ്.
പോയി ഇതേ തമിഴ്നാട് ചിത്താർ ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടോ. നമ്മളിവിടെ ചിത്താർ ഡാമിൻ്റെ അടുത്ത് എത്തിയപ്പം തന്നെ ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നല്ല മഴ പെയ്യുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മഴക്കാറൊക്കെ പോലെ. അതേപോലെ തന്നെ കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു. പേടിയാവും നമുക്ക്, അതുപോലത്തെ കാറ്റായിരുന്നു. നല്ല സൗണ്ടോട് കൂടിയിട്ടൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ച് ഇപ്പം ഇനി തൽക്കാലം അങ്ങോട്ട് പോകണ്ട, ഈ ഡാം തന്നെ മതിയല്ലോ. ഡാം എന്ന് പറയാൻ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം നമ്മൾ വിചാരിച്ച് ഇനി ഇവിടെയൊക്കെ ചുറ്റുഭാഗം കണ്ട് കുറച്ച് ഡാമിലൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെയൊക്കെ പോകാമെന്ന്. അങ്ങനെ നമ്മൾ തൃപ്രയാർ പോകുന്ന പ്ലാനിങ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അവിടെ എത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചേട്ടന്മാരും കൂടി വന്ന് അങ്ങനെ നമ്മളെല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ പോയി. പിന്നെ കുളിക്കാം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടന്മാരായിരുന്നു കുളിച്ച്. അതേപോലെ ആമിക്ക് വെള്ളം ഒന്ന് കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. പ്രകൃതി രമണീയമായ സ്ഥലമായതുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെടും. അങ്ങോട്ട് പോകാനുള്ള കറക്റ്റ് സ്പോട്ട് ഞാൻ പറഞ്ഞുതരാവേ. ഇത് അമ്പൂരി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ചെമ്പകപ്പാറ കഴിയുമ്പോൾ തമിഴ്നാട് അവിടെ നിന്ന് കുറച്ചുകൂടി വരുമ്പോൾ ആലഞ്ചോല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിടെ ഒരു ഡാമുണ്ട്. ആ ഡാമാണ്. അധികം ആൾക്കാരൊന്നുമില്ല, പക്ഷേ കാണാനൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. ഇവിടെ കുളിക്കാൻ പറ്റും. പിന്നെ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് നമുക്ക് വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടൊക്കെ പോകാനൊക്കെ പറ്റും. പിന്നെ അവിടെ മെയിൻ ഗേറ്റ് അവിടെ ഒന്നും കാണുന്നില്ല, അതാണ് മെയിൻ ഗേറ്റ്. അവിടെ നിന്ന് വണ്ടി കയറ്റി വിടൂല. അതുകൊണ്ട് ഇതിനിടയിൽ വണ്ടികൾ ബ്ലോക്കും കാര്യങ്ങളും കൂളായിട്ട് പ്രകാരം അങ്ങനത്തെ മേടികളുണ്ട്. കോർട്ട് അല്ലെങ്കിൽ വോളിബോൾ കളിക്കാൻ പറ്റിയ തരത്തിലൊരു കോർട്ടുണ്ട്.
ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.